ഈ താലൂക്കോട് പ്രഥമ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന തൃശ്ശൂരിൻ്റെ ഏകദിന സമ്മേളനത്തിൽ എളിയവർക്ക് കടന്നു വരുവാനും അതോടൊപ്പം സഹായിക്കുവാനും സ്വർഗത്തിലെ ബഹുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ് സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് എളിയവരെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു പൊതുയോഗത്തിന് കടന്നു വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു പൊതുയോഗത്തിൽ ഇത്രയും പ്രിയപ്പെട്ടവരോടൊന്നിച്ച് ഒരു യോഗത്തിലായിരിക്കുന്നതും ആദ്യമായിട്ടാണ്. കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് നാം ഒന്നിച്ചായിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന ഒരു ദിനമായി, കർത്താവിന് പ്രയോജനമുള്ള ഒരു ദിനമായി, ആത്മീയ വർദ്ധനയ്ക്ക് കാരണമായ ഒരു ദിനമായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. പൊതുവെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കായലപ്പള്ളി കൂടുതൽ ആളുകളൊക്കെ പറയുന്നത് തൃശ്ശൂരിലുള്ളത് വളരെ സ്നേഹമുള്ളവരാണ്. എനിക്കറിയാം, ഞാൻ പഠിക്കുന്ന കാലത്തുമൊക്കെ തൃശ്ശൂരിലുള്ള പല പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് പഠിക്കുവാനും ഒന്നിച്ച് സമയം ചെലവഴിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ എൻ്റെ വൈഫ് കടന്നു വന്നിട്ടുള്ളൂ. അങ്ങനെയുമുണ്ട്. വരുന്ന വഴിക്ക് വൈഫ് പറയുകയായിരുന്നു, ഇവിടെ ഉള്ളവർ വളരെ എന്നതിലുള്ളവരാണ്. അങ്ങനെ ഇവിടെ കടന്നു വരുവാനും നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഭാഗവാക്കാകുവാൻ സാധിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് ആയിരിക്കുന്നത്. ദൈവം നമ്മോട് ഇടപെടട്ടെ. നമുക്ക് ആവശ്യമായ സമയം നമ്മുടെ മുമ്പിലുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് തിരുവചനം ശുശ്രൂഷിച്ചതിന് ശേഷം കേരളത്തിലല്ല, കേരളത്തിന് പുറത്തായിരുന്നു, ഒരു ബ്രദർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദർ ഐ ലൈക്ക് യുവർ സെർമൺ, ഐ ലൈക്ക് യുവർ മെസ്സേജ്. ബ്രദറിന്റെ മെസ്സേജ് എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അതിനുശേഷം അതൊക്കെ വീണ്ടും തുടർന്ന് പറഞ്ഞു, ബ്രദർ ഐ ലൈക്ക് യുവർ മെസ്സേജ് ബിക്കോസ് യു ഫിനിഷ് ഇൻ ടൈം. ബ്രദറിന്റെ പ്രസംഗം എനിക്ക് ഇഷ്ടമാണ്, കാരണം സമയത്ത് നിർത്തുന്നതോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലരൊക്കെ വളരെ ചിന്തിച്ചേക്കാം, നല്ല പ്രസംഗമായിരുന്നു, കാരണം സമയത്തിന് മുമ്പേ നിർത്തി എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ദൈവവചനമാണല്ലോ നാം ശുശ്രൂഷിക്കുന്നത്. ദൈവവചനത്തിന് മുമ്പായി ആണല്ലോ നാം ആയിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് ആധാരമായി നമുക്കൊരു വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 5, 5-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഈ വാക്യവും ഈ അധ്യായവും ഒക്കെ നമുക്ക് വളരെ പരിചിതമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടിക രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിച്ച അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിലനിന്ന ഭക്തന്മാർ ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചുവെന്നും എങ്ങനെ ഒരു ജീവിതം കഴിച്ചുവെന്നും നാം ഇവിടെ വായിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ പരിചിതനായ ഒരു വ്യക്തിത്വത്തെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഹാനോക്കിനെ കുറിച്ചാണ്. ഹാനോക്കിനെ കുറിച്ച് 11-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പ്രചരിക്കുന്നു, അവനൊരു സാക്ഷ്യം പ്രാപിച്ചു. ഒരു സാക്ഷ്യം പ്രാപിച്ചു. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും സാക്ഷ്യം പറയുന്നവരാണ്. പല സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയുകയും അത് അനേകർക്ക് ആത്മീയ വർദ്ധനവിന് പ്രയോജനമുള്ളതായി ഒക്കെ നാം സംസാരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഹാനോക്ക് പറയുന്ന സാക്ഷ്യമല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമാണ്. നാം എല്ലാവരും സാക്ഷ്യം പറയുവാനൊക്കെ ഇഷ്ടമുള്ളവരാണ്. എന്നാൽ നാം പറയുന്നതിനേക്കാളും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. അത് സ്വർഗത്തിലെ ദൈവം തന്നെ നൽകുന്ന സാക്ഷ്യമാണ്. ആ നിലയിൽ ഹാനോക്കിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വിഷയം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ദൈവജനത്തെ കുറിച്ച് ദൈവത്തിനുള്ള ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്. ഇവിടെ 11-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ഹാനോക്കിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ആമുഖമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ, പരിചിതമെങ്കിലും ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ മരണം കാണാതെ എടുക്കപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളിൽ ആദ്യത്തെ വ്യക്തിത്വമാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. ഇവിടെ 11-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5-6 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പഴയ നിയമത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയാത്ത, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ കുറിച്ച് നാം വായിക്കാത്ത ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നാം വായിച്ചു, താൻ മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമുക്ക് വായിക്കുന്നത് പറയട്ടെ, നമ്മെ
സഭയോട്, ദൈവമക്കളെ, ഈ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വിശ്വാസികളായിരിക്കുന്ന സഭയോടൊപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയോടുകൂടെയാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. അതായത് പറയട്ടെ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്ത നിമിഷം സംഭവിക്കുന്നുവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന നാം ഈ ഹാനോക്കിന് സംഭവിച്ചതുപോലെ മരണം കാണാതെ നാമും എടുക്കപ്പെടും. നമുക്കറിയാം, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും നിശ്ചയം. എന്നാൽ ജീവനോടെ ശേഷിക്കുന്ന നാം എടുക്കപ്പെടും എന്നറിയാം. അത് ഹാനോക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇനി വീണ്ടും ചിന്തിച്ചാൽ ഹാനോക്കിനെ കുറിച്ച് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഹാനോക്ക് എത്ര വർഷം ദൈവത്തോട് കൂടെ നടന്നു? 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വസ്തുത ഞാൻ ഇങ്ങനെ പറയട്ടെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും വലിയ അന്തരമുണ്ട്. ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവം കൂടെ നടക്കുകയും, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എന്നത് വസ്തുതയെങ്കിലും ഇങ്ങനെ പറയട്ടെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. പൊതുവെ നാം ആ യോഗങ്ങൾക്ക് വരുമ്പോഴും പ്രാർത്ഥന മീറ്റിങ്ങുകളാക്കി ഏത് യോഗങ്ങളാകട്ടെ നാം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. ചിലപ്പോഴൊക്കെ നാം യാത്ര ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഞങ്ങൾ ഇങ്ങനെ ഇന്ന ഇടത്തേക്ക് പോകുന്നു, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ പോരണമേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ഞാനിത് പറയട്ടെ, പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം ദൈവമേ അങ്ങ് ഞങ്ങളോട്, കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവൽ, ഗോഡ് വിത്ത് us, ദൈവം നമ്മോട് കൂടെ, ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം നൽകിയിരിക്കുക. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹാനോക്കിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ദൈവം നമ്മോട് കൂടെയുണ്ട്, ഒരു വ്യത്യാസവുമില്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നാം ചോദിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ദൈവത്തോട് കൂടെയാണോ? God is with me all the time, but am I with God? ദൈവത്തോട് കൂടെയാണ് ഞാൻ ആയിരിക്കുന്നത്. ദൈവം എന്നോട് കൂടെ നടക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തോട് കൂടെ ഞാൻ നടക്കുന്നുണ്ടോ? ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൽ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ പരിശുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെ കുറിച്ച് ആമോസ് പ്രവാചകനോട് ദൈവം സംസാരിക്കുമ്പോൾ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുമോ? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുമോ? പ്രിയരെ, പറയട്ടെ, ദൈവത്തോട് കൂടെ നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവമേ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല. വിശ്വാസികളായ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നാലും നാം ദൈവത്തോട് കൂടെയാണോ? നാം ദൈവവചന പ്രകാരമാണോ? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണ് നാം മുമ്പോട്ട് പോകുന്നത്. അതാണ് ഏറ്റവും ചിന്തനീയമായിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ആ നിലയിൽ വ്യത്യാസം വരുത്തണം. ദൈവമേ എനിക്ക് അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുവാൻ, എനിക്ക് അങ്ങയുടെ ഹിതം പോലെ നടക്കുവാൻ, ദൈവമേ അങ്ങയ്ക്കൊപ്പം ചിന്തിക്കുവാൻ, അങ്ങയോട് ഒന്നിച്ച് നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ ഇനി 11-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരാം. ഇവിടെ നാം വായിക്കുന്നു, ഹാനോക്ക് ഒരു സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് ഒരു സാക്ഷ്യം പ്രാപിച്ചു. എന്ത് സാക്ഷ്യമാണ് ഹാനോക്ക് പ്രാപിച്ചത്? അതിൽ ഏറ്റവും ഒടുവിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യത്തിന്റെ ഏറ്റവും ഒടുവിൽ, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഒരുപാട് ചിന്തനീയമായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട്. ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കാനുള്ള കാര്യം എന്താ? ചിലരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ ചില നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ കുറിച്ച് നല്ല കാര്യമൊക്കെ പറയുന്നുണ്ട്, എന്നാൽ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ അന്ന് നല്ല വാക്കുകൾ ചിലത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഈ കാലത്തിലേക്ക് വരുമ്പോൾ അനേക സംസ്കാര ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, ഇതുവരെയും കാണാത്ത ആളുകൾ പോലും വന്ന് ഈ ചില വ്യക്തികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ഇതുവരെയും ഭക്തമായ ഒരു മനുഷ്യൻ. ചിലപ്പോൾ ഒരു സമയത്ത് പോലും അല്ലെങ്കിൽ യോഗത്തിൽ പോകുവാനോ ദൈവമക്കൾക്ക് യോഗ്യമായ ഒരു ജീവിതം ഒന്നും നയിക്കാതിരുന്നിട്ടും സംസ്കാര ശുശ്രൂഷയുടെ അത് ഒന്ന് പറയും, ഇതുപോലൊരു ഭക്തനായ മനുഷ്യനെ, ഇത്ര സൗമ്യനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അല്ലാതെ ശരിയായ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇവിടെ പറയുകയാണ്, എപ്പോഴാ സാക്ഷ്യം പ്രാപിച്ചത്? അവൻ എടുക്കപ്പെട്ടതിന് ശേഷം സാക്ഷ്യം പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, എടുക്കപ്പെടുന്നതിന് മുമ്പേ. എനിക്ക് പറയട്ടെ, ഹാനോക്ക് താൻ മരണം കാണാതെ എടുക്കപ്പെട്ടതിന് ശേഷമല്ല, മറിച്ച് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം ഒരു സാക്ഷ്യം പറയുക, ഇവൻ എന്നെ പ്രസാദിപ്പിച്ചു.
എന്ത് സാക്ഷ്യമാണ്? ഇവരെന്നെ പ്രസാദിപ്പിച്ചു. ഞാൻ പറയട്ടെ, പഴയ നിയമത്തിൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഹാനോക്കിനെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞില്ല ഇവൻ 300 വർഷം എന്നോട് കൂടെ നടന്നു. ഇല്ലില്ല, അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഇവരുടെ സാക്ഷ്യം. അതല്ല പറഞ്ഞിരിക്കുന്നത്. ഇവരൊരു വിശുദ്ധ ജീവിതം നയിച്ചു. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോട് കൂടെ നടക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ആ ദൈവത്തെ വിട്ടു ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു വ്യത്യസ്തനായി വേർപാടുകാരനായി വിശുദ്ധിയുള്ള ജീവിതം നയിച്ചു. ശരിയാ, അതെല്ലാം ചെയ്തിട്ടുണ്ട് ഹാനോക്ക്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒറ്റ സാക്ഷ്യമേ ഉള്ളൂ, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇതിനകത്ത് ഞാൻ ഇങ്ങനെയൊന്ന് ഇവിടെയുള്ള പ്രിയപ്പെട്ട ദൈവജനത്തോട് പറയട്ടെ, ദൈവം നമ്മെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യം അല്ലെങ്കിൽ ദൈവത്തെങ്കിൽ നിന്ന് നാം നേടിയെടുക്കേണ്ടുന്ന സാക്ഷ്യം എന്നത് ചോദിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ജീവിച്ച് ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം. നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഒരുപാട് ശുശ്രൂഷകൾ നടത്തുന്നവരാ, ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവരാ, കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്നവരാണ്, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നവരാണ്. നാം നല്ല അനുഗ്രഹമുള്ള മാതൃകയുള്ള കുടുംബജീവിതങ്ങൾ നയിക്കുന്നവരാ, സഭ എന്ന നിലയിൽ മാതൃക കാട്ടുന്നവരാ, വിശ്വാസികൾ എന്ന നിലയിൽ വേർപാട് കാണിക്കുന്നവരാ. ഇതെല്ലാം ശരി തന്നെ, ഇതെല്ലാം ശരി തന്നെ. എന്നാൽ ഇതിനേക്കാളും ഒക്കെ അപ്പുറമായി എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നു? ചിലരോടൊക്കെ എന്തുകൊണ്ടാ പറഞ്ഞത്, എല്ലാ ആഴ്ചയിലും മറ്റെങ്ങും പോകാതെ എന്ന് വെച്ചാൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ യോഗത്തിന് വരികയുള്ളൂ. ഈ ചിലരോട് എന്താ യോഗത്തിൽ വരുന്നത്? വന്നില്ലെങ്കിൽ സഭയോട് ചിന്തിക്കും എന്താണ് വരാഞ്ഞതെന്ന്, അല്ലെങ്കിൽ വീട്ടിൽ കൂടെകൾ വരും. എന്തുകൊണ്ട് വന്നില്ല? ഈ യോഗത്തിൽ വന്നില്ലെങ്കിൽ ചില ആളുകളൊക്കെ മുഷിപ്പ് നേടേണ്ടി വരും, അതുകൊണ്ട് വരുന്നു. അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വരണം. അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായി എന്താ ഇതിന്റെയൊക്കെ പരമപ്രധാനമായിരിക്കുന്ന ഉദ്ദേശം? എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു? എന്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് വചനം പഠിപ്പിക്കുന്നു? എന്തുകൊണ്ട് യോഗത്തിന് വരുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? എന്തുകൊണ്ട് ആരാധിക്കുന്നു? എന്തുകൊണ്ട് നാം ഒന്നിച്ചുകൂടി വരുന്നു? എന്താ കാരണം? ഒറ്റ കാരണം, ഒറ്റ ലക്ഷ്യമേ നമ്മുടെ മുമ്പിലുണ്ടാകൂ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തിന്റെ മുഖത്ത് ചിരി കൊണ്ടുവരുന്ന ഒരു ജീവിതം നയിക്കണം. ഇതാണ് പ്രിയരെ നമ്മുടെ ആഗ്രഹം. നമുക്ക് ഒന്നിച്ച് ആരാധിക്കുകയും ഒന്നിച്ച് പാട്ടുപാടുകയും ചെയ്യുന്നതാണ്. നാം എന്തുകൊണ്ട് ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവം സന്തോഷിക്കണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കണം. ഇവിടെ ഇതാ ഹാനോക്കിന്റെ ജീവിതത്തിന്റെ ആകെ തുക എടുത്തിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ എബ്രായ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തിന് സന്തോഷമുള്ള ഒരു ജീവിതം നയിച്ചു. ഇതായിരുന്നു ഹാനോക്കിനെ കുറിച്ച് ദൈവം നൽകിയ സാക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊരു വാക്യം നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിലെ 9-ഉം 10-ഉം വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിലെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിലുള്ള ചിന്തയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Therefore, we also have as our ambition, എന്റെ മുൻപിലുള്ള ലക്ഷ്യം, എന്റെ മുൻപിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകണം, അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകണം എന്നതത്രേ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ? ദൈവേഷ്ടമുള്ള ഒരു ജീവിതം, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കണം. ചില നാളുകൾക്ക് മുമ്പ് എന്റെ വളരെ സ്നേഹിതനായിരിക്കുന്ന ഒരു കൂട്ട് സഹോദരൻ, അദ്ദേഹം ഒരു ദൈവദാസനാണ്. അദ്ദേഹം എന്റെ അടുത്ത് വന്നത്, ബ്രദർ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം വളരെ ഞങ്ങളുടെ സ്നേഹമായതുകൊണ്ട് ഒരു സംവാദം അദ്ദേഹം സംവാദിക്കുകയാണ്. നമ്മൾ എപ്പോഴും അതിന് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പഴയ നിയമത്തിൽ മാത്രമല്ല, ദൈവാത്മാവ് നൽകുന്ന പുതിയ നിയമത്തിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം കേൾക്കുന്നത് പലപ്പോഴും പഴയ നിയമത്തിലാണേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു വന്നത് നമ്മുടെ പ്രസംഗം മുഴുവൻ പുതിയ നിയമത്തിലായിരിക്കണം. അദ്ദേഹം ഏത് ചിന്തയിൽ നിന്നുകൊണ്ട് പറഞ്ഞു വന്നത് എനിക്ക് പിന്നീട് മനസ്സിലായി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തന്നെ ആയിരിക്കണം. ശരിയാണ്, ഏതൊരു വിഷയം എടുത്താലും അത് ക്രിസ്തുവേശുവിൽ കൊണ്ടവസാനം അല്ലെങ്കിൽ ക്രിസ്തുവേശുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കണം. എനിക്ക് പറയട്ടെ, ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തപ്പോഴും ഇത് കർത്താവിനോടുള്ള ബന്ധത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച്
കുറിച്ച് എന്താ ദൈവം സാക്ഷ്യം പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൽ 17-ാമത്തെ വാക്യം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. യോഹന്നാൻ സ്നാപകനാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റ് വന്നപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഒരു അരുളപ്പാടുണ്ടായി. എന്തായിരുന്നു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയരെ ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം എന്താ? പിതാവേ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. This is my beloved son whom I am well pleased. ഞാൻ അധികം സന്തോഷിച്ചിരിക്കുന്ന, പ്രസാദിച്ചിരിക്കുന്ന. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന മാതൃക. തിരുവചനത്തിൽ നമുക്ക് അനേക ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയുമെങ്കിലും അനേക ഭക്തന്മാരുടെ ജീവിതത്തിലെ ആത്മീയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് പ്രയോജനമുള്ളതാണെങ്കിലും നമ്മുടെ ആത്യന്തികമായ മാതൃക എന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവ. ഈ കർത്താവിനെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുക. എന്തിനേത് പറയേണ്ട ആവശ്യം? അങ്ങനെ ഒരു വാക്യം തന്നെ രേഖപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇത് പറയണം. യേശു ക്രിസ്തു എന്തായിരുന്നു? അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ചിന്തിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12-ാം വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ള കാലഘട്ടമൊന്നും എന്ത് സംഭവിച്ചു, കർത്താവ് എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്താ കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്? ഒറ്റ വാക്യത്തിൽ അവിടെ ഉത്തരം നൽകിയിരിക്കും. എന്ത് കർത്താവ് ചെയ്യുകയായിരുന്നു? ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുകയായിരുന്നു. പലപ്പോഴൊക്കെ നമ്മുടെ ചിലരുടെയൊക്കെ ശുശ്രൂഷകളൊക്കെ പരസ്യമായിട്ടുള്ള ശുശ്രൂഷകൾ, വചനം ശുശ്രൂഷിക്കുന്നത്, ഇങ്ങനെയുള്ള പരസ്യമായിട്ടുള്ള ശുശ്രൂഷകളുണ്ട്. ഞാൻ പറയട്ടെ, അതിനേക്കാളും വിലയുള്ള, അതിനേക്കാളും ആഴത്തിലുള്ള രഹസ്യ ശുശ്രൂഷകൾ പല പ്രിയപ്പെട്ടവരും ചെയ്യുന്നുണ്ട്. അനേകർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ വേണ്ടി അപമാനിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മറ്റാരോടും പറയാത്ത നിലയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നുണ്ട്. ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, ഇത്രയും പേര് ഇവിടെ കാണുന്നതുകൊണ്ട് പറയട്ടെ, സഹോദരിമാരുടെ ശുശ്രൂഷകൾ നമുക്കറിയാം, പൊതുവേദികളിലൊന്നും കാണാറില്ലെങ്കിലും ഞാൻ പറയട്ടെ, സഹോദരിമാരുടെ ശുശ്രൂഷകളെ കുറിച്ച് കർത്താവ് നൽകുന്ന വലിയൊരു പ്രോത്സാഹനമുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്ന ഒറ്റ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്തായിരുന്നു? ദൈവത്തിന് പ്രസാദകരമായിരുന്നു. ഞാൻ പറയട്ടെ, മറ്റാരും നമ്മുടെ ശുശ്രൂഷ കണ്ടില്ലെങ്കിലും, മറ്റാരും നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കണ്ടില്ലെങ്കിലും, കാണുന്ന സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ഇതിനൊക്കെ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കണ്ട. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബഥാനിയിലെ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ബഥാനി എന്ന സ്ഥലത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരികയാണ്. ബഥാനിയിലെ കർത്താവിന്റെ ഏറ്റവും ആദ്യത്തെ സന്ദർശനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 38 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കർത്താവ് അവിടെ കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, മാർത്തയും മറിയയും കർത്താവിനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ കാൽക്കലിൽ വചനം കേൾക്കുന്ന ഒരു മറിയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മാർത്തയുടെ ഹൃദയ കരങ്ങളിലൊക്കെ മനസ്സിലാക്കിയ ഒരു കർത്താവ് അവർക്കുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ നല്ല അംശം? നമുക്കറിയാം, അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുവാനുള്ള മനസ്സൊക്കെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്ന് രഹസ്യ ജീവിതമൊക്കെ കാണുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം, നമ്മെ രഹസ്യത്തിൽ കാണുന്ന കർത്താവ്, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, ഹൃദയ വേദനകളെ അറിയുന്ന കർത്താവ്, ജീവിതത്തിന്റെ സകല മേഖലകളും തുറന്ന് കാണുന്ന കർത്താവ്, ഇന്നും ആ ദൈവം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? നാം ദൈവത്തിന് പ്രസാദമാണ്, നമ്മെ കാണുന്ന ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം, ദൈവത്തിന് സന്തോഷം നൽകുന്ന ഒരു ജീവിതം നമ്മെ നയിക്കുന്നവരായി തീരണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം, ഞാൻ ഹാനോക്കിൽ മാത്രം എന്തുകൊണ്ടല്ല പറയുന്നതെങ്കിലും ഹാനോക്ക് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നാം ചിന്തിക്കണം. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞു, സഹോദരൻ വളരെ ഈ ബൈബിളിലെ ഭക്തന്മാരെ കുറിച്ചൊക്കെ പ്രസംഗിക്കുവാൻ വളരെ എളുപ്പമാണ്. എന്താ കാര്യം അറിയാമോ? പ്രസംഗം എളുപ്പമായതുകൊണ്ടല്ല, ഇവരൊക്കെ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു, ദൈവത്തിന് വേണ്ടി നിലനിന്നു എന്നൊക്കെ പറയുന്നുവല്ലോ. നമുക്കൊന്നും അത് സാധിക്കത്തില്ല. കാരണം എന്താ? നമ്മുടെ ജീവിച്ചൊരു കാലഘട്ടത്തിലല്ല അവർ ജീവിച്ചത്. ഏറ്റവും ആധുനിക ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. നാം നേരിടുന്ന പ്രലോഭനങ്ങളും നാം നേരിടുന്ന പ്രശ്നങ്ങളും നാം നേരിടുന്ന പരിശോധനകളൊന്നും അവർക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഒരുപറ്റം വിശ്വാസികളെങ്കിലും ഒരുപറ്റം പ്രത്യേകിച്ച് യൗവന കാര്യങ്ങളുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാം, അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാം, മോശ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയാം, പ്രസംഗിക്കാം. കാരണം മോശയും അബ്രഹാമോ ഹാനോക്കും ഇവരാരും നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലോ ജീവിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കണം. 11-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിന്റെ ആ ധാരണ ഭാഗത്ത് മലയാളം ബൈബിളിൽ അത് ഏറ്റവും ഒടുവിലായിട്ട് ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായലേഖനം 11-ന്റെ 38-ാമത്തെ വാക്യം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എബ്രായലേഖനം 11-ന്റെ 38-ൽ
അതിനു മുമ്പ് ഈ ഭക്തന്മാർ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് 38-ാം വാക്യത്തിലേക്ക് ഒരു ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. This world was not worthy for them. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇത് ഞാൻ എന്ന് പറയട്ടെ, എനിക്ക് ഈ ലോകം യോഗ്യമല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഹാനോക്കും പറയുന്നത് ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ലായിരുന്നു. മോശ പറയുന്നത് ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല. ഒരു കാലത്തും വിശ്വാസികൾക്ക് ഈ ലോകം അനുകൂലമല്ല. ഈ ലോകമൊന്നും നമുക്ക് പ്രതികൂലമാണ്. ഈ ലോകത്തിൽ നിന്നും നമുക്ക് പോരാട്ടമുണ്ട്. ആത്മീയ പോരാട്ട കടച്ചുകൾ നമുക്ക് ആയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതിന്റെ മധ്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. ഇനി ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബൈബിൾ ഉണ്ടായിരുന്നോ? ഇല്ല, അത് ബൈബിൾ നൽകപ്പെട്ടിട്ടില്ല. അന്ന് സഭയില്ല, പഴയ നിയമത്തിൽ സഭയില്ല, പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസമില്ല, ഇതൊന്നുമില്ലാതിരുന്ന ഒരു സമയത്താണ് ഹാനോക്ക് ജീവിച്ചത്. അന്നിങ്ങനെയുള്ള പൊതുയോഗങ്ങളില്ല, കൺവെൻഷനുകളില്ല, ആരാധന യോഗങ്ങളില്ല, മൂപ്പന്മാരില്ല, സഭയെ നയിക്കുവാനാണ് അല്ലെങ്കിൽ സഭയില്ല, ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തിന് സന്തോഷമുള്ള ഒരു ജീവിതം നയിച്ചു. എന്നാൽ നമ്മെ നോക്കിക്കേ, ഇതെത്രയധികം നന്മകളാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യമില്ലാത്തതൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നമ്മെ സഭയുടെ ഭാഗങ്ങളാക്കി ചോദിച്ചിരിക്കുന്നു. നമുക്ക് സഭായോഗങ്ങളുണ്ട്, മൂപ്പന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, കൂട്ടായ്മ ആചരിക്കുവാനുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സ്ഥിരവാസം നമ്മളുണ്ട്. ദൈവത്തിന്റെ വചനം 66 പുസ്തകങ്ങളുള്ള ദൈവത്തിന്റെ വചനം പൂർണ്ണമായിരിക്കുന്ന ദൈവവചനം അത് നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയിരിക്കുകയാണ്. സകലവും നമുക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെ പറയട്ടെ, പഴയ ദൈവ ഭക്തന്മാര് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തന്മാരൊക്കെ നമുക്ക് വെല്ലുവിളിയാണ്. ഇതൊന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെങ്കിൽ നാം എത്രയധികമായി ദൈവേഷ്ടം ചെയ്യുന്നവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരേണ്ടിയിരിക്കുന്നു. ചിലർക്ക് പറയാറുണ്ട്, ഇതൊന്നും ഈ പറയുന്നത് പോലൊന്നും നടപടിയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ വലിയ പ്രയാസമാണ്. ശരിയാണ്, ഇതൊക്കെ വളരെ പ്രയാസമാണ്. ഇതിന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. ദൈവവചനം അനുസരിക്കുവാൻ, ന്യായപ്രമാണം പ്രവർത്തിക്കുവാനൊക്കെ തീരുമാനമെടുത്ത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ ഇത് കഴിയുകയുള്ളൂ. ഞാൻ പറയട്ടെ, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എത്രയോ വസ്തുതയാണ്. ന്യായം പ്രവർത്തിക്കുവാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആമോസിന്റെ പുസ്തകത്തിൽ തന്നെയാണ് 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഇവർക്ക് ന്യായം പ്രവർത്തിക്കുവാൻ അറിഞ്ഞുകൂടും. ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴും ഒന്ന് ചിന്തിച്ചേ, ദൈവമക്കളെ കുറിച്ചും ഇത് തന്നെയല്ലേ, ന്യായം പ്രവർത്തിക്കുവാൻ അറിഞ്ഞുകൂടെ. ആരാ ദൈവജനം എന്ന് പറയുന്നത്? ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വിശുദ്ധജനമ, ദൈവം മാതൃകയോടുകൂടെ നിലനിർത്തിയിരിക്കുന്ന, ലോകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തരായി വേർപെട്ട് കർത്താവിന് വേണ്ടി ആളുകളെ നേടുവാൻ വേണ്ടി നമ്മെ ആക്കി വെച്ചിരിക്കുക. എന്നാൽ ദൈവജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ന്യായം പ്രവർത്തിക്കുവാൻ അറിഞ്ഞുകൂടാ. ന്യായം പ്രവർത്തിക്കുവാൻ അറിഞ്ഞുകൂടാ. അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമോസിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ 4-ാമത്തെ വാക്യം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹൂദയുടെ 3-4 അതിക്രമ നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജ മൂർത്തികൾ അവരെ തെറ്റി നടക്കുവാനിടയാക്കുകയും ചെയ്തിരിക്കുകയാൽ തന്നെ. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 2-ാം വാക്യത്തിൽ അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ന്യായം പ്രവർത്തിക്കുവാൻ അറിയാൻ നമ്മൾ പറയുക? യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചിരിക്കുക. ഇത് തന്നെയല്ലേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തിന് പ്രസാദകരമായ ഒരു യോഗ്യമായ ജീവിതം നയിക്കുവാൻ കഴിയാത്ത കാരണം പറയുകയാണ്. ന്യായപ്രമാണം നിരസിച്ചിരിക്കുന്നു. ദൈവവചനം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിൽ, ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുക. ഇതിന്റെ നടുവിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം നാം നയിക്കുന്നവരാകണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 2-3 വാക്യങ്ങൾ. 1 Corinthians 10:2 and 3. 2-3 വാക്യങ്ങൾ. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും ശ്രദ്ധിക്കണമേ, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും ഞാനും ഏറ്റവും മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. 4-ാമത്തെ വാക്യത്തിൽ എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. 5 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. എന്ത് വാക്ക? എല്ലാവരും. All of
ഇസ്രായേലെ സകല ഇസ്രായേലവും എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 5-ാമത്തെ വാക്യം. ആ പാറ ക്രിസ്തുവായിരുന്നു, എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പഠിച്ച് ആ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുക ഇങ്ങനെയാ: എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും വേഗത്തിന് കീഴിലായിരുന്നു, എല്ലാവരും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചു. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുക എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. എനിക്ക് പറയട്ടെ, നാം എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവരാ, നാം എല്ലാവരും ദൈവത്തിന്റെ നന്മ അനുഭവിച്ചവരാ, നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും ജനിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. എന്നാൽ ഇവിടെ വസ്തുത, ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിലെ ചരിത്ര സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. എന്നാൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, എല്ലാവരും ആരാധനയോഗത്തിൽ വരുന്നുണ്ട്, എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാൽ എല്ലാവരും ദൈവം പ്രസാദിച്ചിട്ടില്ല. പ്രിയരെന്ന് പറയട്ടെ, ഇതാ ഈ കാലഘട്ടത്തില് ഏറ്റവും വലിയൊരു മുന്നറിയിപ്പായിട്ട് ദൈവം നൽകുന്നത്. എല്ലാവരും എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നുണ്ട്, എന്നാൽ എല്ലാവരും ദൈവം പ്രസാദിച്ചിട്ടില്ല. എല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല. ഇത് നമുക്കൊരു മുന്നറിയിപ്പ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ എടുത്തു എനിക്ക് പറയാറുണ്ട്, ഒരാളെങ്കിൽ ഒരാള് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഒരാളെങ്കിൽ ഒരാള് അവരിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ സഭയിൽ എടുത്താൽ, നമ്മുടെ കൂടിവരവുകൾ എടുത്താൽ എല്ലാവരുടെയും കാര്യം നോക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ടോ അത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിയണം. ഞാനൊരു പാട്ട് പാടുന്നുവെങ്കിൽ, ഞാനൊരു പ്രസംഗിക്കുന്നുവെങ്കിൽ, ഞാനൊരു ശുശ്രൂഷയിൽ കടന്നു വരുന്നുവെങ്കിൽ, ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ, എന്റെ യാന്ത്രികമായ ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ ദൈവം ഇതിൽ പ്രസാദിക്കണം. ഞാൻ എന്തിനാ യോഗത്തിൽ വരുന്നത്? ഞാൻ എന്തിനാ ഒന്നിച്ചു ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ കൂട്ടായ്മകൾ ചെയ്യുന്നത്? എന്തിനാ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്? എന്തിനാ ഇത്രയും സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്താ എന്റെ ഉദ്ദേശം? ഒറ്റ ഉദ്ദേശമായിരിക്കണം ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കാര്യം, എന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന് മുമ്പാകെ ആ ദൈവത്തിന് സന്തോഷമുള്ളൊരു ജീവിതം, ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കണം. ഇതാകട്ടെ പ്രിയരെ, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ആഗ്രഹം ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പൗലോസ് പറഞ്ഞതുപോലെ എന്റെ അംബീഷൻ എന്ന് പറയുന്നത്, എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാവരുടെയും അല്ല, എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ആകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പഴയ നിയമ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്കറിയാം. ആ ലേഖനത്തിൽ നാം വായിക്കുന്ന നമ്മുടെ ബുദ്ധിയോപദേശത്തിന്, ഈ അന്ത്യകാലത്ത് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ബുദ്ധിയോപദേശത്തിനായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ ഈ സത്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വാക്യം ഞാൻ വായിക്കുന്നില്ല. 28-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 11-ന്റെ 28-ാമത്തെ വാക്യം. അവിടെ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവത്തിന് സേവ ചെയ്യുക, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അവിടെ പറയുക, ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നു. ആരായി നാം? ദൈവജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. നാം ദൈവജനം എന്താ പ്രാപിക്കാൻ പോകുന്നത്? നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിലുള്ളതും അതിലുള്ളതൊക്കെയും ഇളകിപ്പോകുന്നത്, നശിച്ചു പോകുന്നതാ. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഇളകാത്തൊരു രാജ്യം, ഇളകാത്തൊരു ദേശം നമുക്ക് ദൈവം നൽകുവാൻ പോവുകയാണ്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? ദൈവാത്മാവോട് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് നാം ദൈവത്തോട് ഭക്തിയോടും ഭയത്തോടും കൂടെ അവനെ സേവിക്കുക. ദൈവത്തെ സേവിക്കുവാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ പ്രസാദം വരുമാറ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ, ദൈവത്തിന് സന്തോഷം കൊണ്ടുവരുന്ന വിധത്തിൽ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന നിലയിൽ. എനിക്ക് പറയട്ടെ, എങ്ങനെയെങ്കിലും ഒക്കെ കാര്യം ചെയ്താൽ മതി. പോരാ. അതൊക്കെ ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അതങ്ങനെയായിരുന്നു. എങ്ങനെയെങ്കിലും ഒക്കെ കാര്യം നടത്തിയാൽ മതി, എങ്ങനെയെങ്കിലും ഒക്കെ യോഗം നടത്തിയാൽ മതി, എങ്ങനെയെങ്കിലും ഒക്കെ പുളിവരും മതി, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങനല്ല, എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്താൽ പോരാ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന് പ്രസാദം വരുമാറ് അല്ലാതെ ചെയ്യുന്നതൊക്കെ വെറുതെയാ, ഒരു പ്രയോജനമില്ല. ഞാൻ പറയട്ടെ, യോഗത്തിന് കടന്നു വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓടി നടന്നെല്ലാം ചെയ്യുന്നുണ്ട്, ഒരു പ്രയോജനവുമില്ല. ദൈവത്തിനെ പ്രസാദിപ്പിക്കുക എന്നൊരു ഉദ്ദേശം അല്ല എങ്കിൽ
ചെയ്യുന്നതൊക്കെ വർഷമ, ചെയ്യുന്നതൊക്കെ വെറുതെയാ. എത്ര പണം മുടക്കിയാലും എന്തെല്ലാം കാര്യം ചെയ്താലും ചിലർക്ക് പറയാറുണ്ട്, ഇത്ര പണം മുടക്കിയിട്ടുണ്ട്, ഇത്ര ദൈവദാസന്മാരെ സഹായിച്ചിട്ടുണ്ട്, ഇത്ര പേർക്ക് വേണ്ടി ഇടവ് നിൽക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നു, നല്ല കാര്യമാണ്. എന്താ ഉദ്ദേശം? നിങ്ങൾ പറയട്ടെ. പ്രോഗ്രാം ലിസ്റ്റിൽ പേര് വായിക്കുമ്പോൾ നന്ദിയുടെ വാചകത്തിൽ അദ്ദേഹത്തിന്റെ പേര് വെട്ടിയാൽ പറയും, ഞാൻ ഇതൊക്കെ കൊടുത്തതല്ലേ, ഞാൻ ഇതൊക്കെ ചെയ്തതല്ലേ, എന്റെ പേര് വരേണ്ടതല്ലേ, എന്റെ പേര് അനൗൺസ് ചെയ്യേണ്ടതല്ലേ. പറഞ്ഞില്ല, ഞാൻ അതുകൊണ്ട് ഇത് നിർത്തിക്കളഞ്ഞു, ഇതുകൊണ്ട് ഞാൻ നിർത്തിക്കളഞ്ഞു. പേര് പറയട്ടെ. എന്തായിരിക്കണം നമ്മുടെ ഉദ്ദേശം? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, എന്റെ ദൈവത്തിന് പ്രയോജനമുള്ളതായി ചെയ്യുവാൻ, എന്റെ ദൈവത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിളിക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ പഴയ നിയമത്തിലെ വസ്തുതകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുത, നാം ദൈവത്തിന് പ്രസാദകരമായ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കണം. അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ദൈവേഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദം വരുന്ന ഒരു ജീവിതം നമുക്ക് സാധ്യമാകും? എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം? ഇനി 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്കും വേഗത്തിൽ കടന്നു വരാം. Chapter 11 of Hebrews verse 6. 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. മതി. ഈ വാക്യമൊക്കെ നമുക്ക് മനഃപ്പാഠമാണ്. ചെറുപ്പം മുതലേ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന വാക്യമാണ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. Without faith it is impossible to please God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്ത് വേണം? വിശ്വാസം ആവശ്യമാണ്. ഇത്രേ ഉള്ളായിരുന്നു. ഞങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ട്, ഞങ്ങളൊക്കെ വിശ്വാസമുള്ളവരാണ് എന്നാ പറയുന്നത്. അതുകൊണ്ടെന്താ? ഞങ്ങളൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരല്ല ആണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതല്ല ഇതിന്റെ ആശയം. ഇതിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ വാക്യത്തിന്റെ ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ 4 കൂട്ടം കാര്യങ്ങളെ വിശ്വാസം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വ്യക്തിപരമായ പഠനത്തിലുമൊക്കെ ഈ വിശ്വാസം എന്നുള്ള വാക്ക് 4 ആശയങ്ങൾ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ 4 തരത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ, വിശ്വാസം എന്ന വാക്കുകൊണ്ട് ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്, വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ രക്ഷാകരമായ വിശ്വാസത്തെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നു. വിശ്വാസം, നാം ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. അതെന്താ പറഞ്ഞിരിക്കുന്നത്? രക്ഷാകരമായ വിശ്വാസം. ഇംഗ്ലീഷിൽ സേവിംഗ് ഫെയ്ത്ത് എന്ന് നമുക്ക് തന്നെ പറയാം. രക്ഷാകരമായ വിശ്വാസം എന്റെയും നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ ഞാൻ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. ഇതിനെ വിശ്വാസം, രക്ഷാകരമായ വിശ്വാസം. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ചൊരു ജീവിതം. എങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള സുവിശേഷന്മാരെ സംബന്ധിച്ചോ വരുമാനമൊന്നുമില്ല, സാലറി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. എങ്ങനെയാ ജീവിക്കുന്നത്? ഞങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഈ വിശ്വാസം ജീവിക്കുക എന്താ അർത്ഥം? എല്ലാ മാസവും 1-ാം തീയതി ഞങ്ങളുടെ സഹസഭ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ തരും. എന്റെ വിശ്വാസമാണ്. അതല്ലല്ലോ അർത്ഥമാക്കുന്നത്. എന്റെ കർത്താവ് എന്നെ പുലർത്തും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ദൈവം എന്നെ പുലർത്തും, എന്റെ ആവശ്യഘട്ടങ്ങളിൽ ദൈവം എന്നെ നിലനിർത്തും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തന്ന് തക്ക സമയത്ത് എന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇയ്യോബിനെ പോറ്റിയ ഒരു ദൈവം, ഏലിയാവിനെ പോറ്റിയ ഒരു ദൈവം, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, എന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ദൈവാശ്രയം, ലിവിംഗ് ഫെയ്ത്ത്. മൂന്നാമതായിട്ട് വിശ്വാസം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്, മൂന്നാമതായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം വായിക്കുന്നില്ല. 12-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 8 മുതലുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 12-8 മുതൽ അവിടെ നാം കൃപാവരങ്ങളെ കുറിച്ച് വായിക്കുന്നത്. നമുക്കറിയാമല്ലോ, കൃപാവരങ്ങൾ 9 കൃപാവരങ്ങളെ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 കൃപാവരങ്ങൾ. ഈ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കൃപാവരോടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വാസം. മറ്റൊരുവന് വിശ്വാസം. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അവിടെ ഒരു കൃപാവരത്തെ കുറിച്ച് പറഞ്ഞിരിക്കും. വിശ്വാസം എന്ന കൃപാവരം, അതിന് അനേക തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ പല നിലകളിലും വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതല്ലല്ലോ എന്റെ വിഷയം. ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ. അത് കൃപാവരം എന്ന ഒരു വിശ്വാസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. അത് രക്ഷാകരമായ വിശ്വാസത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വയ്ക്കുന്ന ആശ്രയത്തെ കുറിച്ചുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ വിശ്വാസം ഒരുവന് വിശ്വാസം, മറ്റൊരുവന് ഇന്നത് അങ്ങനെ പറയത്തില്ലായിരുന്നു, അല്ലെ? എല്ലാവർക്കും ഈ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? നമുക്ക് എല്ലാവർക്കും കൃപാവരം എന്ന വിശ്വാസം എന്ന കൃപാവരമുണ്ട്. അങ്ങനെയല്ല പറഞ്ഞിരിക്കും.
ഒരുവന്. സഭയിൽ എല്ലാവർക്കും ആ വിശ്വാസമുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരുവന്, ചിലർക്ക്, ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ കൃപാവരമുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന് വേണ്ടി അതിശയ കാര്യങ്ങൾ ചെയ്യുന്നത് അത് വിശദീകരിക്കുവാൻ സമയം വേണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞത് കൊണ്ടൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം, വിശദീകരിക്കാതെ പറഞ്ഞു പോകാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1-ാമത്തെ വാക്യം, ക്ഷമിക്കണം, 2-ാമത്തെ വാക്യം. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഇത് കൃപാവരങ്ങളെ കുറിച്ച് 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് എങ്ങനെ കൃപാവരങ്ങൾ നാം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എങ്ങനെ ഉപയോഗിക്കേണ്ടത്? സ്നേഹത്തിൽ ഉപയോഗിക്കണം. അതിന്റെ കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ടൊന്നും അല്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാകുവാൻ വേണ്ടി നമുക്ക് നൽകിയിട്ടുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ ഈ സ്നേഹത്തിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുക, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും. പറയട്ടെ, അത് കൃപാവരത്തെ കുറിച്ച് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും. അങ്ങനെ ഒരു കൃപാവരം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഏത് വരെയെങ്കിലും പറയട്ടെ, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ മലകളെ നീക്കുവാൻ കഴിയുന്ന, അതിശയ പ്രവൃത്തികളെ ചെയ്യുവാൻ കഴിയുന്ന, അത്രയും ശക്തമേറിയ അത്ഭുത കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുന്നതിന്റെ ആ കഴിവിനെ കുറിച്ചാണ് വിശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കി. അത് അതിന്റെ ജീവിതത്തിൽ വെക്കുന്ന വിശ്വാസമോ ആശ്രയമോ രക്ഷാകരമായ വിശ്വാസത്തെ കുറിച്ചോ അല്ല പറഞ്ഞിരിക്കുന്നത്. കൃപാവരം എന്ന വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 4-ാമത് വിശ്വാസം എന്നുള്ള വാക്കുകൊണ്ട് തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം. യൂദയുടെ ലേഖനം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം, ജൂഡ് chapter 1 verse 3. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം. നമുക്ക് പൊതുവിലുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയരെ, എനിക്ക് നിങ്ങളോട് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന വിഷയം അത് നമുക്ക് പൊതുവെയുള്ള രക്ഷയെക്കുറിച്ചായിരുന്നു. എന്നാൽ അതല്ല, മറ്റൊരു വിഷയം നിങ്ങളോട് സംസാരിക്കണം. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് ആവശ്യമെന്ന് അതിനു വേണ്ടി എഴുതിയിരിക്കുന്നു. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് താഴെയുള്ള വാക്യങ്ങളിലേക്ക് ഇതിനായി ഞാൻ എഴുതുന്നു, പോരാടുവാൻ വേണ്ടി എഴുതുന്നു. നമുക്കറിയാം 4 മുതൽ താഴെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യൂദയുടെ ലേഖനത്തിന്റെ പ്രഥമ വിഷയം എന്താ? ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള ശക്തമായിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. താഴോട്ട് വരുമ്പോൾ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചും ദുരുപദേശങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി വളരെ കർക്കശമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് യൂദയോട് എഴുതപ്പെട്ടിരിക്കുക. അപ്പോൾ എന്താ പറയുന്നത്? നാം പോരാടണം. എന്തിനു വേണ്ടി? വിശ്വാസത്തിന് വേണ്ടി പോരാടണം. എന്ന് വെച്ചാൽ താഴോട്ട് ദുരുപദേശത്തെ കുറിച്ച് പറയുമ്പോൾ ശരിയായ ഉപദേശത്തിന് വേണ്ടി നാം നിലനിൽക്കണം. അല്ലെങ്കിൽ പറയട്ടെ, വിശ്വാസ പ്രമാണം നമ്മുടെ ഉപദേശത്തിന് വേണ്ടി, ഉപദേശമല്ല, തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശത്തിന് വേണ്ടി നാം നിലനിൽക്കണം. അതുകൊണ്ട് ഇവിടെ എന്താ ആ വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഉപദേശം എന്നുള്ള വിശ്വാസ പ്രമാണം എന്നുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യത വിശ്വാസം എന്നുള്ള വാക്ക്. വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിൽ നൽകിയിരിക്കുന്ന 4-ാമത്തെ വിശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ ഉപദേശ സത്യങ്ങൾ. ഇനി നമുക്ക് പറഞ്ഞു തരാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മോട് വായിക്കുന്നു, without faith it is impossible to please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം കൂടാതെ. എന്ത് വിശ്വാസമാണ്? ദൈവത്തിലുള്ള വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്കെല്ലാം വിശ്വാസമുണ്ടല്ലോ. നമുക്കെല്ലാം ഇവിടെ എന്താ പറഞ്ഞു വന്ന ലിസ്റ്റിലെ വിശ്വാസങ്ങളുടെ ലിസ്റ്റിൽ 2-ാമത്തെ വിശ്വാസം എന്താണ്? അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വയ്ക്കുന്ന ആശ്രയം. ഇതിലൂടെയാ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്താ ഞാൻ വിശ്വസിക്കേണ്ടത്? മുഴുവൻ ചോദ്യങ്ങളല്ലേ. എന്താ വിശ്വസിക്കേണ്ടത്? എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം? അത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താ വിശ്വസിക്കേണ്ടത്? ഇനി 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കാം. 6-ാമത്തെ വാക്യം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ
ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? രണ്ട് കാര്യങ്ങൾ ഇവിടെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, he who comes to God must believe that he is. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇതാണോ വിശ്വസിക്കാത്ത കാര്യം? നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുക എന്ത്? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കാത്തതുണ്ടോ? ഈ വേണ്ട, പുറത്തോട്ട് ഇറങ്ങിയ ദൈവമുണ്ടോ? നമുക്ക് നിരീശ്വരവാദികൾ അവരെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യം അവരെ മാത്രമേ പറയുകയുള്ളൂ. അവരെ കുറിച്ച് ദൈവജനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബാക്കി ഏതൊരു മനുഷ്യനോട് ഇറങ്ങിയാലും വിശ്വാസികളൊന്നും ആകണമെന്നില്ല. നമ്മൾ സഭയിൽ വരുന്ന വ്യക്തിയൊന്നും ആകണമെന്നില്ല. ദൈവം ദൈവമുണ്ട് എന്ന് പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആ നിലയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ദൈവജനത്തിൽ സംസാരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതാണെന്നറിയാമോ? ദൈവത്തിന്റെ സഭയിൽ വരുന്നവരെല്ലാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആഗ്രഹം കുഴപ്പമില്ല. ചില മാസങ്ങൾക്ക് മുമ്പ്, ഒരു വർഷമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു സഹോദരൻ, ഒരു യൗവനക്കാരനായ സഹോദരൻ കുറെ ആവശ്യമായിട്ട് കത്രമേശയിൽ നിന്ന് പത്തുചേരുകയാണ്. അപ്പോൾ ആ സഭയിലെ മൂപ്പൻ ചെന്ന്, ഞാൻ അവിടെ ഉള്ള സമയത്താണ്, അവിടെ സഭയിലെ മുതിർന്നൊരു അംഗത്തിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, നീ എന്താ കത്രമേശം എടുക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് പ്രശ്നമാണെങ്കിലും നീ വന്ന് പരിഹരിച്ചിട്ട് കത്രമേശത്ത് പങ്കു ചെയ്യാറുണ്ട്. ഇത്ര മാത്രം പറഞ്ഞിട്ട് ഞാനോടുണ്ടായിരുന്നു. എനിക്കറിയാവുന്നൊരു സഹോദരൻ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്താ? അദ്ദേഹം ആദ്യം ഒന്നും തുനിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഓർക്കണം, ബ്രദറൻ കുടുംബത്തിൽ ജനിച്ച് 4ാമത്തെ തലമുറക്കാരന് അവൻ ആ സഭയിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടിട്ട് വിവാഹം കഴിഞ്ഞ് ആ നാടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നാടുകൾ കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന ദൈവമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഘോരം പ്രസംഗിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ സഭയിൽ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിലും നാം നമ്മുടെ കുടുംബത്തിലുള്ള മക്കളുള്ള ബന്ധത്തിലും നമ്മുടെ കുടുംബക്കാരുടെ ബന്ധത്തിലും ഇത് ശ്രദ്ധയുള്ളവരായിരിക്കണം. കേവലം സഭയിൽ വരുന്നത് കൊണ്ട്, കേവലം ഞാൻ ബൈബിൾ എടുക്കുന്നത് കൊണ്ട്, കേവലം ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ആരാധന യോഗത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രബോധനം പറയുന്നു എന്നതുകൊണ്ട് ഒരു രക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത പലരുമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാത്ത പലരുമുണ്ട്. ഇന്ന് സഭയിൽ വരുന്ന അനേക ആളുകൾ നമുക്കറിയാം. എന്നാൽ ചിലരെങ്കിലും കർത്താവിനെ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടാത്ത ആളുകളുണ്ട്. അവരുടെ പ്രവർത്തികളൊക്കെ കണ്ടാലും ഇടപെടുമ്പോഴും ഒക്കെ അറിയാം. ചിലപ്പോൾ ഇത് അറിയുക പോലും അറിയോ, വളരെ മാന്യമായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ ദൈവഭയമൊക്കെ ഉള്ളവരായിട്ട് തന്നെ ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ഇതിനോട് ചേർന്ന് എന്റെ ഭാഗമല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പറയട്ടെ, രക്ഷിക്കപ്പെടാത്തവരായിട്ട് സഭയിൽ വന്ന് ഇത്ര വർഷങ്ങളായല്ലോ, എല്ലാവരും കൈപ്പൊക്കിയതോട് കൂടെ ഞാനും പൊക്കി, സ്നാനപ്പെടുമ്പോൾ കൂടെയുള്ളവരൊക്കെ കൈവന്ന് പൊക്കിയത് കൊണ്ട് ഞാനും കൈപൊക്കി. അങ്ങനെയൊക്കെ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടണം. ഇത് ആർക്കൊക്കെയുള്ള ഉത്തരവാദിത്വമാണ്? നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ഉത്തരവാദിത്വമാണ്. നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്ത് ഉത്തരവാദിത്വമാണ്? എന്റെ ഭവനത്തിലുള്ളവരും ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മളൊക്കെ എപ്പോഴും പൊതിഞ്ഞ നടക്കുന്നത് എത്ര അഭക്തിയോടുകൂടെ വീട്ടിലിരുന്നാലും സഭായോഗത്തിന് പോയി മിടുക്കനാകണമെന്ന് ചിന്തിക്കുന്നവരാ. ആ വീട്ടിൽ ബൈബിൾ വായിക്കാത്ത മകനുണ്ടെങ്കിൽ പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം നയിക്കുന്നവരുണ്ടെങ്കിൽ ആഗ്രഹമെന്ന മാതാപിതാക്കളുടെ യോഗത്തിൽ വരുമ്പോൾ എഴുന്നേറ്റ് ഇവരൊരു സ്തോത്രം പറയണം, ഇവരൊരു പ്രബോധനം പറയണം, ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനായി കിരുന്നവർ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. രക്ഷിക്കപ്പെടാതിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഭയിൽ പോകുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ഇത് അറിഞ്ഞിട്ട് മറച്ചു വെക്കരുത്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം. നിനക്ക് പ്രാർത്ഥനയില്ല, നീ വ്യക്തിപരമായി ദൈവവുമായി യാതൊരു ബന്ധവുമില്ല, നീ ജീവിക്കുന്നുവെങ്കിൽ തിരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് കേവലം സഭയിലെ സുവിശേഷന്മാരോട് മാത്രമല്ല. സുവിശേഷന്മാർക്ക് എന്തറിയാം? വീട്ടിലുള്ള എല്ലാവരുടെ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയത്തുള്ളൂ. പ്രിയ ഞങ്ങൾ പറയട്ടെ, നമുക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ നാം ഇടപെടണം. ഒരുപക്ഷെ പിതാവായിരിക്കാം, മാതാവായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, ഭാര്യയായിരിക്കാം. എനിക്ക് പറയട്ടെ, ഇത് പറയുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ജീവിതം കാണുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എങ്ങനെയാ പോകുന്നത്? ഇതെല്ലാം മറച്ചു വെച്ചിട്ട് മിടുക്കനായി ഞായറാഴ്ച യോഗത്തിന് വന്നാൽ മതി പോലെ നീ ഒരു എഴുന്നേറ്റുന്ന ഒരു വാക്ക് സ്തോത്രം ചെയ്താൽ മതി. ഇത് മാത്രം ചെയ്താൽ മതി. തിങ്കൾ
നോക്കൂ, എന്ത് കുരുത്തക്കേട് കാണിച്ചോ. ഞായറാഴ്ച നീ യോഗത്തിന് വന്നോണം. ഇത് മാത്രം പഠിപ്പിക്കുന്ന ആത്മീയതയുള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത്. ഇത് ആത്മീയത. എന്താ ആത്മീയത? യോഗത്തിന് കൃത്യസമയത്ത് വരും. എന്ത് വിവാഹമുണ്ടെങ്കിലും എന്ത് പരിപാടിയും അവിടെ നിന്നും പോകത്തില്ല കേട്ടോ. ഞങ്ങളുടെ യോഗത്തിന് വരും. യോഗത്തിൽ വരുമെന്ന് മാത്രമല്ല, എഴുന്നേറ്റിരുന്നതൊക്കെ ചെയ്യും. ഇനി തിങ്കളാഴ്ച മുതൽ നോക്കിയാൽ അല്ല, യോഗം വിട്ട് വെളിയിൽ പറയുമ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടതറിയും, ഇടപെടുമ്പോൾ ഇടപാടുകൾ വീതികൾ കണ്ടറിയും. ഇനി വീട്ടിൽ വരുമ്പോൾ ദൈവമുണ്ടോ എന്ന് പോലും സംശയമുള്ള നിലയിലുള്ള ജീവിതം നയിക്കുന്നത്. നിങ്ങൾ പറയട്ടെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്, ഒരു കപട ആത്മീയതയുടെ ലോകത്തില കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയട്ടെ, ആ രക്ഷിക്കപ്പെടാത്തവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കിത് കണ്ടിട്ടും കണ്ണടച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ നാം ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, നാം ചെയ്ത വലിയൊരു തെറ്റാണ്. ഇനി നമുക്ക് മടങ്ങി വരാം. ഇവിടെ പറയും, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് വിശ്വസിക്കണം? ദൈവത്തെ കുറിച്ച് ചില കാര്യങ്ങൾ വിശ്വസിക്കണം. ഒന്ന്, ദൈവമുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. എന്താ ഇതിന്റെ ആശയം? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. എന്താ ഇതിന്റെ ആശയം? ഇതിന്റെ ആശയം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ അടുക്കൽ വരും. ഇങ്ങനെ മനസ്സിലാക്കണം, ഞാൻ എവിടെ പോയാലും, ഞാൻ എവിടെ ഇരുന്നാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. He who comes to God must believe that he is. ഞാൻ എവിടെ ഇരുന്നാലും എപ്പോ നിന്നാലും എനിക്കറിയാം, എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്, എന്നെ കാണുന്ന അറിയുന്ന ഒരു ദൈവമുണ്ട്. My God is an omnipresent God. എന്റെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. ഞാൻ എവിടെ പോയി വിളിച്ചാലും എവിടെ ഇരുന്നാലും എന്റെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ദൈവമാണ് സർവ്വവ്യാപിയായ ഒരു ദൈവമാണ്. പൊതുവെ പ്രവർത്തകരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വചനം അറിയാവുന്ന ഒരു കൂട്ടരാണ്. ആ വചനം അറിയാവുന്ന, ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ഏത് മറ്റു സഭാവിഭാഗക്കാർ പറയും, ഇവർക്ക് എന്തറിയാം, ഇവർക്ക് ദൈവവചനം അറിയാം. ഞാനിത് പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഈ നാടുകളിലേക്ക് വരുമ്പോൾ അത് അത്ര ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയില്ല. ദൈവവചനം വായിക്കാത്ത ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, പ്രസംഗം കേൾക്കാറുണ്ട്. തിരുവചന പ്രസംഗത്തിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല. ഇങ്ങനെ പറയാം, ഈ ആഴ്ചയിലേക്ക് വേണ്ടിയ ആഹാരം നൽകുവാൻ വേണ്ടി, ദൈവവചനത്തെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, ആഹാരം നൽകുവാൻ വേണ്ടി വരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞായറാഴ്ച കേൾക്കുന്ന പ്രസംഗമല്ലാതെ അടുത്ത ആഴ്ച വരെ ഒന്നുമില്ല. പിന്നെ ബൈബിൾ തുറക്കുകയില്ല. ബൈബിള് സഭാഹാളിൽ വെച്ചിട്ട് പോകുവാനൊരു സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അതും ചെയ്തേനെ. ഇനി ബൈബിള് പൊടിതട്ടി എടുക്കുന്നത് അടുത്ത ഞായറാഴ്ച രാവിലെ മാത്രമാണ്. ഞാൻ പറയട്ടെ, ഇതാ ദൈവമായിട്ടുള്ള ബന്ധം. പല കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂളൊക്കെ ഈ നാളുകളിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട്. 10ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 10ാം ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്ന പ്രാരംഭ ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ, പ്രാരംഭ ആണ്ടിന്റെ പ്രാരംഭ മാസങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ബൈബിളിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ബൈബിളിൽ എത്ര പുസ്തകമുണ്ടെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് പഠിക്കുന്ന ബ്രദറൻ കുടുംബത്തിലെ തലമുറകളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അതുപോലെ പറഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, ഇതാ ഇന്നത്തെ കുടുംബങ്ങളുടെ, ഇന്നത്തെ വ്യക്തി ജീവിതങ്ങളുടെ അവസ്ഥ, സഭാവിശ്വാസികളുടെ അവസ്ഥ ഇത്രമാത്രം താന്നുപോയിരിക്കുന്നു. ദൈവവചനം പറഞ്ഞുകൂടാ, ദൈവവചനം പറഞ്ഞുകൂടാ. ഇനി വിശ്വാസികളായിരിക്കുന്നത് വെച്ചാൽ ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും സഭയുടെ നേതൃത്വത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവചനമായി പറയാണ്. പ്രത്യേകിച്ച് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒന്ന് എടുക്കണമോ? ഏത് വിഷയമാണോ? ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് എടുക്കണമോ? ഓക്കെ, തീർച്ചയായും എടുക്കാം. എനിക്ക് ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താ അറിയാമോ? ഏത് വിഷയമാണ് ഞാൻ എടുക്കേണ്ടത്? ഇതിൽ നിന്ന് ഏതാ? ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ഏതാ എടുക്കേണ്ടത്? ദൈവത്തിന് പകരപ്പെടുമ്പോ കഴിയുന്ന സ്വഭാവങ്ങളെ കുറിച്ച് എടുക്കണോ, പകരപ്പെടുമ്പോ കഴിയാത്ത ഏത് വിഷയവും എടുക്കാം, ഏത് വിഷയം എടുക്കാം എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ എന്താ, ഏത് വിഷയം എടുക്കും? എല്ലാം അറിയാം, എല്ലാം അറിയാം. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം അറിയത്തില്ലെന്നുള്ളത്. രണ്ടാമത്തെ പ്രശ്നം അറിയാം, ഇതൊന്നും വിശ്വസിക്കില്ല. അറിയാം, എന്തറിയാം? ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്, പക്ഷെ പ്രവൃത്തികൾ അങ്ങനെയില്ല. ദൈവമാണ്, ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്, പക്ഷെ പ്രവൃത്തിയിൽ ഒന്നും തോന്നുകയില്ല, ഒന്നും കാണുകയില്ല. ലോകത്തിലേക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന ശരിയാ, പുറത്തോട്ട് ഇറങ്ങുമ്പോഴും അതുണ്ടാവണം. എന്ന് വെച്ചാൽ എന്താ? യോഗത്തിന്, സമായോഗത്തിന് വരുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ പറയട്ടെ, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരു ദൈവ പൈതൃക ജീവിതത്തിൽ എപ്പോഴും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം, ദൈവേഷ്ടമുള്ള ജീവിതം അവൻ കഴിച്ചു. എങ്ങനെയാ? ഒന്ന്, അവൻ വിശ്വസിച്ചു, എന്റെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്, എന്റെ ജീവിതത്തെ അറിയുന്ന ഒരു ദൈവമായ ദൈവം. അതുകൊണ്ട് ആലോചിക്കുന്നത് അവന്റെ ജീവിതത്തിന് പൂർണ്ണമായി ഒരു പരിവർത്തനം സംഭവിച്ചു. ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് രാവിലെ സമയം ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടി വന്നിരിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരോട് എനിക്കത് പറയട്ടെ, നമ്മുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. മറ്റാരും കാണാത്ത
നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകളെ ദൈവം അറിയുന്നുണ്ട്. നീ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഉദ്ദേശം എന്നത് ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം സർവ്വവ്യാപിയായ ദൈവമുണ്ട്. അതുകൊണ്ട് ഹാനോക്ക് എന്താ വിശ്വസിച്ചത്? എന്റെ ദൈവം സർവ്വവ്യാപിയായ ദൈവം എന്ന് ഹാനോക്ക് വിശ്വസിച്ചു. ചിലപ്പോഴൊക്കെ റോഡുകളിലൊക്കെ പോകുമ്പോൾ പൊതുവെ ഞങ്ങൾ വാഹനം ഓടിച്ചൊക്കെ വന്നത്, അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയായി. ഈ നാടുകളിലൊക്കെ ക്യാമറകളൊക്കെ പലതും വരുന്നുണ്ട്. അപ്പോൾ ആ ഹെൽമെറ്റ് വെക്കാത്ത ഹെൽമെറ്റ് വെക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് ഓർക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ ഓർത്ത് സീറ്റ് ബെൽറ്റ് എടുത്ത് കയറുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നു. എന്താ എത്ര ശ്രദ്ധയാ നാം വലിയ ജാഗ്രതയൊക്കെ കാണിക്കുന്നതിന്റെ കാരണം എന്താ? ഇല്ലെങ്കിൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ദിവസം വീണ്ടും പേപ്പർ വരും. എനിക്കിങ്ങനെ ശ്രദ്ധിച്ചേ, മാന്യമായ സ്പീഡിലാവുന്നത്, ഞാൻ അങ്ങനെ തന്നെ കേട്ടോ, മാന്യമായ സ്പീഡിലാവുന്നത് 80-ലൊക്കെയാ, നിയമപരമായ യാത്രയിലെ സ്പീഡിലൊക്കെയാ പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഒരു പോലീസ് വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ് വിചാരിക്കുകയാണെങ്കിൽ ചെക്കിങ് നടക്കുകയാണ്. 80-ലാണെങ്കിലും നമ്മുടെ സ്പീഡ് അല്പം താക്കും. ന്യായമായ സ്പീഡൊക്കെ ശരി തന്നെയാണ്, എങ്കിലും ഒരല്പം കൂടെ ശ്രദ്ധ, ഒരല്പം കൂടെ സ്പീഡ് കുറയ്ക്കുന്നു. ഇത് തന്നെയാ ദൈവം. ഇങ്ങനെ ചിന്തിച്ചേ, ദൈവം നമ്മെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ വർത്തമാനങ്ങളിലും നമ്മുടെ പറച്ചിലുകളിലും നമ്മുടെ ഇടപെടലുകളിലും ഒരല്പം കൂടെ ശ്രദ്ധ. യോഗത്തിന് വരുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ, ആരാധന യോഗത്തിന് വരുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ. എന്താ ശ്രദ്ധ? എന്റെ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് ആര് വിശ്വസിച്ചു? ആരൊക്കെ വിശ്വസിച്ചു? മാറ്റം വന്നു. ഇനി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏത് ദൈവമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ എബ്രായ ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൽ 29-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. God is a consuming fire. നമ്മുടെ ദൈവമോ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയത്ര. ഞാൻ പറയട്ടെ, ഈ ഹാനോക്കിനോട് ചേർത്ത് ചിന്തിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും എന്ന് വെച്ചാൽ എന്റെ ദൈവം എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 12-ാം അധ്യായം 29-ാമത്തെ വാക്യത്തെ ചേർത്ത് വെച്ചാൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവം, ആ ദൈവം എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവനോട് ജീവിതത്തിൽ വ്യത്യാസമില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു വാക്യം പുതിയ നിയമത്തിൽ ഉണ്ടെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. ന്യായം വിധിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്ന ദൈവം, നിത്യാഗ്നിയായിരിക്കുന്ന ദൈവം, ദഹിപ്പിച്ചു കളയുന്ന ദൈവം, ഇതൊക്കെ പഴയ നിയമത്തിലേ ഉള്ളൂ. പുതിയ നിയമത്തിലേക്ക് നോക്കണമേ. എബ്രായ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക, നമ്മുടെ ദൈവം അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഞാൻ അനേക സഹോദരന്മാരുടെ വീടുകളിൽ പോയിട്ടുണ്ട്, അനേക യോഗങ്ങൾ നടക്കുന്നിടത്തൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് വാക്യങ്ങളൊക്കെ ഭിത്തികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നോക്കിയാൽ അറിയാം എത്രയോ നല്ല വാക്യങ്ങൾ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന യഹോവ എന്റെ ഇടയാകുന്നു, ആ യഹോവ കരുണയുള്ള, അങ്ങനെ എത്രയോ നല്ല വാക്യങ്ങൾ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചും ദൈവത്തിന്റെ കുറിച്ചുമുള്ള അനേക വാക്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ വീടുകളൊക്കെ വെക്കാറുണ്ട്. ശരിയാണ്, അതൊക്കെ വളരെ ആവശ്യമാണ്. എന്നാൽ ഈ വാക്യം, ഇങ്ങനെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു സഹോദരൻ വെക്കുമോ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കുക, ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ കാണുമല്ലോ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വാക്യം അവരുടെ ഡിക്ഷണറി പോലും അവർ ചെയ്യുന്നില്ല. കാരണം അവരുണ്ടാക്കി വെച്ചാൽ ഒറ്റ മനുഷ്യർ ഇത് വാങ്ങാൻ പോകുന്നില്ല. ആരാ? നമ്മുടെ ദൈവം ദഹിപ്പിക്കാൻ ഒറ്റ മനുഷ്യന് വേണ്ട, എല്ലാവർക്കും വേണ്ടതാണ്. നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവം, കരുണയുള്ള ദൈവം, കരുതുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം, ഇതൊക്കെ മതി. ഇതേ ദൈവത്തെ കുറിച്ച് പറഞ്ഞു. ഈ ദൈവം ഏത് ദൈവമാ? ന്യായം വിധിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്ന ദൈവം, ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവം. ഇത് നാം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണം. ഏത് ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിന് നടപ്പിൽ വ്യതിയാനം കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കാൻ പോകുന്നത്. സർവ്വവ്യാപിയായിരിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയായ ഒരു ദൈവം, ഈ ദൈവം എന്നെ കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസം വരണം? എല്ലാ മേഖലയിലും വ്യത്യാസം വരണം. എല്ലാ മേഖലയിലും വ്യത്യാസം വരണം. നമുക്കറിയാം, ഈ ദഹിപ്പിക്കുന്ന അഗ്നി എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇത് വെക്കാത്തതിന്റെ കാരണം പേടിച്ചിട്ടാണ്. ഇങ്ങനൊരു വാക്യമൊന്നും അല്ല, ദൈവത്തെ ഇങ്ങനെ കാണാൻ പോലും ഇഷ്ടമില്ല. പക്ഷെ ഇത് സത്യമാണ്. ദൈവം ദഹിപ്പിക്കുന്ന ചിലരൊക്കെ ഈ തീയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാ. ഇങ്ങനെ ഒരു വാക്യം തന്നെ ചിലപ്പോൾ വായിക്കാതെ വിട്ടുപോകും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പോയി ചിലർ ഇത് കാണാറുണ്ട്. നീ എന്ന് പറയട്ടെ, ഈ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം എന്ന് ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ചിന്തിച്ചു പോകരുത് നശിപ്പിക്കുന്ന അഗ്നി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിന്നെ തീർത്ത് കളയുന്ന,
നിന്നെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു അഗ്നി. അതല്ല, അങ്ങനെയല്ല. ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശം കൂടെയുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണമായിട്ട് പറയട്ടെ. സഹോദരിമാരൊക്കെ അടുക്കളയിൽ അധിക സമയം ചെലവഴിക്കുന്ന സഹോദരന്മാരും നമുക്ക് തന്നെയാ, അങ്ങനെ വേണം താരം. അപ്പോൾ രണ്ടുപേരും ഒക്കെ നമ്മളൊക്കെ അടുക്കളയിലൊക്കെ പോകുന്നവരും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, ആഹാരമൊക്കെ പാകം ചെയ്യുന്നവരല്ലേ. നാം എന്ത് ഉപയോഗിച്ച് ആഹാരമൊക്കെ പാകം ചെയ്യുന്നത്? ആ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ തന്നെ കഴിക്കണം. അല്ലല്ല, ഇത് അളവിലുള്ള തീയിലൊക്കെ വെച്ച് കൃത്യമായി പാകം ചെയ്ത് നാം ഭക്ഷിക്കും. എന്തിനാ അങ്ങനെ കഴിക്കുന്നത്? ഇതിൽ അയോഗ്യമായതൊക്കെ അടുക്കളൊക്കെ നശിച്ച് ഇപ്പൊ വെള്ളം കുടിക്കുന്നത് പോലെ എങ്ങനെയാ? തിളപ്പിച്ച വെള്ളമേ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. എന്താ കാരണം? അതിനെ ആവശ്യമില്ലാത്തതൊക്കെ, എനിക്ക് പ്രയോജനമില്ലാത്തതൊക്കെ നീക്കി കളഞ്ഞിട്ട് എനിക്ക് ഗുണമുള്ളതാക്കി തീർക്കുവാൻ, യോഗ്യമുള്ളതാക്കി തീർക്കുവാൻ. എനിക്ക് പറയട്ടെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, അതിൻ പ്രകാരം എന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നുവെങ്കിൽ എന്ത് വ്യത്യാസമുണ്ട്? ദൈവത്തിന് യോഗ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയും, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. അയോഗ്യമായ പലതും നീങ്ങിപ്പോകുവാൻ കാരണമാണ്. എന്നാൽ ഇത് ആർക്ക് വിശ്വസിക്കുവാൻ താല്പര്യമില്ല. ഇങ്ങനെ ദൈവത്തെ കാണുവാൻ ആഗ്രഹമില്ല. എന്താ കാരണം? അങ്ങനെ ദൈവത്തെ കണ്ടാൽ ഇന്ന് രസിക്കുന്ന പല കാര്യങ്ങളിലും രസിക്കാൻ കഴിയത്തില്ല. ഇന്ന് സുഖിക്കുന്ന പല കാര്യങ്ങൾക്കും അത്രയും നടക്കുകയില്ല. ഇന്ന് ചെയ്യുന്ന പല കുരുത്തക്കേടുകളും ചെയ്യുവാൻ പറ്റത്തില്ല. ഇന്ന് പറയുന്ന പല വാക്കുകളും പറയുകയില്ല. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓർക്കണമേ, ഈ ദൈവം എന്താ നമ്മെ ഓർമ്മ? നമ്മെ പ്രയോജനമുള്ള യോഗ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയ ഒരു കുറച്ചുകൂടെ കൊള്ളാവുന്ന ഭർത്താവായി, കുറെ കൂടെ മേന്മയുള്ള ഭാര്യയായി, കുറച്ചുകൂടെ നല്ല മാതാപിതാക്കളായി, കുറെ കൂടെ നല്ല നിലയിൽ ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി നിലനിൽക്കുവാൻ വേണ്ടി എന്ത് വേണം? ഈ എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്നുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ വ്യത്യാസം വരും. എല്ലാ മേഖലയിലും വ്യത്യാസം വരും. കർത്താവിനെ സഹായിക്കട്ടെ. എന്റെ പിതാവ് കഴിഞ്ഞ ഏകദേശം 2 വർഷമായിട്ട് കീമോതെറാപ്പി എന്ന ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക. ഈ അടുത്ത ആഴ്ചയിലുണ്ട്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കീമോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഈ കീമോ എന്ന് പറയുന്നത് വളരെ മെഡിക്കൽപരമായിട്ടൊന്നും ഞാൻ പറയുന്നുണ്ടെങ്കിലും ക്യാൻസറിന്റെ സെല്ലുകളെ ഒക്കെ ഇത് തകർത്തുകൊണ്ടിരിക്കുക, നശിപ്പിച്ച് കളയുക ഈ ട്രീറ്റ്മെന്റിലൂടെ. നമുക്കറിയാം, കീമോയിലൂടെ കടന്നു പോകുന്ന നമ്മൾ അനേക പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. അനേക പ്രിയപ്പെട്ടവർ വളരെ വേദനയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകും. ചിലപ്പോഴൊക്കെ മുടി കൊഴിയുന്നു. ചില കീമോ എടുക്കുമ്പോഴൊക്കെ ശരീരത്തിന് അതികഠിനമായ ക്ഷീണം, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, തളർച്ച, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, ഒത്തിരി സാമ്പത്തിക എല്ലാം വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിയോട് ഡോക്ടർ പറയുക, ഈ കീമോ നിങ്ങൾ എടുക്കണം. അല്ലല്ലോ ഡോക്ടറെ, എനിക്ക് എന്റെ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കീമോ വേണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ ഈ ക്യാൻസറുമായിട്ട് മുന്നോട്ട് പോയിക്കോളാം എന്ന് പൊതുവെ ഒരു രോഗിയും അങ്ങനെ പറയത്തില്ല. എന്റെ മുടി പോയാലും കുഴപ്പമില്ല, കുറച്ച് കഷ്ടം സഹിച്ചാലും, കുറച്ച് വർഷത്തേക്ക് ബുദ്ധിമുട്ടുണ്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഈ ക്യാൻസർ രോഗത്തിൽ നിന്ന് ഒരു മുക്തി വേണം. എനിക്കത് പറയട്ടെ, ദൈവത്തെ കുറിച്ച് ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുമ്പോൾ എനിക്ക് പറയട്ടെ, ഒരു കീമോതെറാപ്പി പോലെ എങ്ങനെയാ എന്റെ ജീവിതത്തിലെ ആവശ്യമില്ലാത്തതൊക്കെ മാറ്റിക്കളയുവാൻ. എന്ന് വെച്ചാൽ ഈ പാപത്തെ, ക്യാൻസർ രോഗി ക്യാൻസറിനെ എത്രമാത്രം വേണ്ട എന്ന് വെക്കുന്നുവോ, എത്ര മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അതുപോലെ ഒരു വിശ്വാസി ആ പാപത്തെ കാണുവാൻ തയ്യാറാകണം. ഈ പാപത്തെയൊക്കെ ക്യാൻസർ രോഗം പോലെ കണ്ടിട്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് മുക്തി നേടണം. ചില ലക്ഷങ്ങളൊന്നും എനിക്ക് വേണ്ട, ചില പ്രവചനമൊന്നും വേണ്ടാത്ത ചില പൊട്ടച്ചൊല്ലും വർത്തമാനങ്ങളൊന്നും എനിക്ക് വേണ്ട, എന്റെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കും എന്ന് തീരുമാനമെടുത്ത് പാവത്തെ ക്യാൻസർ പോലെ വെറുക്കുന്ന ഒരുവന് മാത്രമേ ദൈവത്തെ എങ്ങനെ കാണാൻ കഴിയുള്ളൂ? ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലേ? നാം എന്താ പറയുന്നത്? കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില പാപങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു പാപമായിട്ട് പോലും കൂട്ടാക്കിയിട്ടില്ല. ചിലതൊന്നും ഒരു പാപമേ തന്നെ. എന്താ ടാക്സ് വെപ്പിക്കുകയും എന്നുള്ള കാര്യങ്ങളാണ്. കൊടുക്കാനൊക്കെ വകയുള്ള ആളുകൾ പോലും ഇങ്ങനെയൊക്കെ ചെയ്ത് അവരോട് പറയും, എല്ലാവരും ഇങ്ങനെയല്ലേ വസ്തു കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ എഴുതുന്ന തുക എത്രയാ? ഇത്ര തുകയാ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് താഴെ വെച്ചാ എഴുതുന്നത് എന്ന് പറഞ്ഞു വരുന്ന ആശയം എന്താ? എല്ലാത്തിലും തട്ടിപ്പും വെട്ടിപ്പോകും. നമുക്ക് പറയും എല്ലാ ആളുകളും ചെയ്യുന്നതല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ, ഞങ്ങൾക്ക് പാവം പോലും അല്ല. അങ്ങനെ മാറിയിരിക്കും. പറയട്ടെ,
ദൈവത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് കാണുന്ന ആ ഒരുവനെ സംബന്ധിച്ചിടത്തോളം പാപത്തെ പാപമായിട്ട് കാണുവാൻ കഴിയും, തെറ്റിനെ തെറ്റായിട്ട് കാണുവാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ താല്പര്യമില്ലാതെ വെട്ടുകളയുവാനുള്ള ഒരു മനോഭാവം, ഒരു തീരുമാനം നമുക്കുണ്ടാകും. എല്ലാ മേഖലയിലും വ്യത്യാസം വരും. ഈ ചില മേഖലകൾ എവിടുത്തെ വ്യത്യാസം വരും വേഗത്തിലാന്ന് പറയട്ടെ. ആ യെശയ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യം. നീതിയായി നടന്ന് നേര് പറയുകയും നീതിയായി നടന്ന് നേര് പറയാൻ തൊട്ട് മുമ്പിലുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. 14 സിയോനിലെ പാപികൾ പേടിക്കുന്നു, സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കണമേ. നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആര് നിത്യദഹനങ്ങളോടുകൂടെ പാർക്കും. ഇവിടെ ദൈവത്തെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുക. പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇനി ആര് വിശ്വസിക്കും? അതിന്റെ തൊട്ടടുത്ത വാക്യം 15-ാമത്തെ വാക്യത്തേക്ക് വന്നേ. നീതിയായി നടന്ന് നേര് പറയുകയും നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും ചെയ്യുന്നവൻ രക്തപാതകത്തെ കുറിച്ച് കേൾക്കാത്തവണ്ണം ചെവി പൊത്തുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാത്തവണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാത്തവണ്ണം കണ്ണടച്ചു കളയുകയും ദോഷത്തെ കണ്ട് രസിക്കാത്തവണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്ത് ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. ആര് ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തെ കാണും. അവർക്കുണ്ടാകുന്ന 5 വ്യത്യാസങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി പറഞ്ഞിരിക്കുക, അവൻ നീതിയായി നടക്കും. ആര് നടക്കും? നിത്യദഹനങ്ങളോടുകൂടെ ആര് പാർക്കും? അവനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ദൈവത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് ആര് കാണുന്നുവോ, ആര് വിശ്വസിക്കുന്നുവോ അവരിലുണ്ടാകുന്ന ഒന്നാമത്തെ വ്യത്യാസം, അവൻ നീതിയിൽ നടക്കും. എന്താ അർത്ഥം? എന്താ? അവൻ വിശുദ്ധിയിൽ നടക്കും. അവൻ പരിപൂർണനായി എന്നല്ലേ നിന്റെ ആശയം? അവൻ നീതിയിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ അതിൽ നടക്കുന്നവനായി തീരും. നടക്കുമെന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നടക്കുമെന്ന് എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തെ ആ നിലയിൽ കണ്ടുകൊണ്ടിരുന്നാൽ അനുദിനം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങുമ്പോൾ വിശുദ്ധ ജീവിതത്തിൽ ചുവടുകൾ വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കും. സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഒരു നീതിമാനെ കുറിച്ച് വായിക്കുന്നതിലെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യനോട് പോലെയാ. അവൻ നട്ടുച്ചവരെ അധികമായി ശോഭിച്ചു വരും. ഇതാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാ? അവൻ നട്ടുച്ചവരെ അധികമായി ശോഭിച്ചു വരും. അവൻ വിശുദ്ധിയിൽ നടക്കും. അവന്റെ ജീവിതത്തിലൊക്കെ വ്യത്യാസം കണ്ടു തുടങ്ങും. അവൻ വിശുദ്ധ ജീവിതത്തിനായി ഒരു ആഗ്രഹമുള്ളവൻ. നാം വായിക്കുന്നത് പോലെ മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു ജ്വരം വരും. അവർ ഒരു താല്പര്യം വരും. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ അശുദ്ധിയിൽ ജീവിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. വിശുദ്ധിയിൽ നടക്കുവാൻ, വിശുദ്ധിയിൽ കാര്യങ്ങളെ ചെയ്യുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടാകും. എപ്പോഴാണ്? ഈ ദൈവം എന്നെ കാണുന്നു. ഏത് ദൈവം? ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവം. ഈ ദൈവം എന്നെ കാണുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. എന്ത് വിശ്വസിക്കണം? ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം, ആ ദൈവം സർവ്വവ്യാപിയാ. ഞാൻ എവിടെ പോയാലും എന്തെല്ലാം ചെയ്യാൻ നമ്മളൊക്കെ പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനേക സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പോവുകയും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിക്കുകയും ചെയ്യുന്നവർ. എന്നാൽ ദൈവ ഭയമില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. ഇവിടെയൊക്കെ എത്ര ഭക്തിയിൽ നടക്കുന്നവർ അവിടെ ചെല്ലുമ്പോൾ ദൈവവുമില്ല, സഭാകൂടികളുമില്ല, സഭാബന്ധവുമില്ല, ദൈവമക്കളുമായി ബന്ധമില്ലാത്തൊരു ജീവിതം. അവിടെയും മാതാപിതാക്കൾ കാണുന്നില്ലെങ്കിലും, സഭക്കാര് കാണുന്നില്ലെങ്കിലും, വിശ്വാസികൾ കാണുന്നില്ലെങ്കിലും, ബന്ധുക്കൾ കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം ആരാ? ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവമാ. ആ ദൈവം എന്നെ കാണുന്നത് കൊണ്ട് വിശുദ്ധിയിൽ നടക്കും. ഇനി രണ്ടാമത് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നത്? ഒന്ന്, നീതിയിൽ നടന്ന്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നേര് പറയും. രണ്ടാമത്തെ കാര്യമാണ്. ഇനി ഒന്ന് നീതിയിൽ നടക്കും, വിശുദ്ധ ജീവിതം നയിക്കും. 2 നടപ്പിന്റെ കാര്യമാണ് ഒന്ന് പറഞ്ഞത്. 2 വാക്കിന്റെ കാര്യമാണ്. നേര് പറയും. ചില ആളുകളോട് നോക്കറിയാം, അർത്ഥസത്യമേ പറയൂ. ചിലരുണ്ട്
നേര് പറയത്തേയില്ല, ഉള്ളത് പറയത്തേയില്ല, എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഇല്ലാത്തതൊക്കെ ചേർത്ത് അങ്ങനെ പറയുകയുള്ളൂ. അപ്പൊ നേര് പറയാൻ പോലും അറിയത്തില്ലാത്തയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പണ്ടൊരാള് ഒരു സഹോദരൻ പറഞ്ഞു കേട്ടതാണ്. ഒരു കൂട്ടു സഹോദരന്റെ എന്റെ സഹോദരന്മാര് സഭയിലുള്ള വിശ്വാസികള് ഒരേ നിരയിലുള്ള താമസിച്ചുള്ളൂ, വീടുകളിലുള്ള താമസിച്ചുള്ളൂ. അപ്പൊ ഒരു വീട്ടിലേക്ക് സഹോദരന്മാരെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ ഇദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹാലോചനയോടുള്ള ബന്ധത്തിൽ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ പെണ്ണ് കാണാനൊക്കെ വന്ന് ഒരു പോയി. തൊട്ടടുത്ത് താമസിക്കുന്ന കൂട്ടു സഹോദരൻ ചോദിച്ചു, എന്താ പറഞ്ഞത്, കുറച്ച് ആളുകളൊക്കെ എന്നോട് വരുന്നത് കണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ മറുപടിയായിട്ട് പറഞ്ഞു, അതെ വീട്ടിന്റെ പുറകെ നിൽക്കുന്ന ആഞ്ഞിരി കാണാൻ ചില ആളുകൾ വന്നിട്ട് പോയതാണ്. ഉള്ളതൊന്നും പറയത്തില്ല. വാ തുറന്നാൽ വാ എടുത്താൽ നുണയെ പറയത്തുള്ളൂ. ഇതൊക്കെ ഏതാ സത്യം ഏതാ നുണ എന്നൊന്നും ഒരു തരത്തിലും തിരിച്ചറിയാതെ കാരണം പൊതിഞ്ഞ് സംസാരിക്കുവാൻ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, നേര് പറയും, സത്യത്തിനൊപ്പം നിൽക്കും, സത്യം പറയുന്നവരായിരിക്കും. ഞാൻ പറയട്ടെ, വായിക്കുന്നുണ്ട്, സ്നേഹത്തിൽ സംസാരിക്കുന്നവരായിരിക്കും. നമ്മുടെ സംസാരത്തിൽ വ്യത്യാസമാണ്. ചിലപ്പോഴൊക്കെ സഭയിലൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ മാതാപിതാക്കൾ, ചിലപ്പോൾ 1-2 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കൾ കരുതുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പലപ്പോഴും മോനെ എത്ര ഭവ്യതയോടുകൂടെയൊക്കെ സംസാരിക്കുന്നു. ഇതേ മാതാപിതാക്കൾ വീട്ടിൽ ചെല്ലുമ്പോൾ, ഇതേ അപ്പൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതേ കുഞ്ഞിനോട് വർത്താനം പറയുന്ന രീതി ശ്രദ്ധിച്ചിട്ടുള്ള മൊത്തം വ്യത്യാസം. സഭയിൽ വരുമ്പോൾ ഒരു വർത്താനം, ഭാര്യയും ഭർത്താവും ഒക്കെ എത്ര മാന്യമായിട്ട് സംസാരിക്കും. സഹോദരന്മാരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, പൈസയോട് പറയുന്നു, എന്തെല്ലാം സ്നേഹബന്ധം പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ പ്രാർത്ഥിക്കാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുമില്ല. ഈ കാര്യം ഓർത്തിട്ട് പോലും കാണുമ്പോൾ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് പറയുന്ന ഒരു സന്തോഷ പദ്ധതിയിലേക്ക് പറയുന്നതാണ്. പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. ചിലർ പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ, ഇനി പേര് പോലും ഓർക്കുകയില്ല. അപ്പോൾ ഓർക്കണം, നേര് പറയുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പറയുന്നതേ. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിൽ പ്രാർത്ഥന ഇടുമ്പോൾ അടിയിൽ അങ്ങനെ കൈകൂപ്പ് എന്ന് പറയാൻ ഇമോജികൾ ഇടുന്നതാണ്. ഇവർ വല്ല പ്രാർത്ഥിച്ചിട്ടാണ് ഇടുന്നത്. പ്രാർത്ഥിക്കുന്നതെന്നാണ് സിഗ്നൽ. എവിടെ പ്രാർത്ഥിക്കും? ഇത് ചിലപ്പോൾ അടിയിൽ പോകുന്ന വഴിക്കുമല്ലായിരിക്കും. എന്താന്ന് വായിച്ചിട്ട് പോലും കാണില്ല. ചിലരൊക്കെ കാണാം ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ഒരു വാർത്ത വളരെ ദുഃഖകരമായ പ്രാർത്ഥാവശ്യം ഇട്ടു. കൈ കുപ്പിയത് തൊട്ട് താഴെ വേറെ എവിടെയെങ്കിലും വീട്ടിൽ ഫോർവേഡ് ചെയ്തൂടെ ഇട്ടേക്ക്, എന്തെങ്കിലും കോമഡിയോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യം എടുത്തിട്ട്. അപ്പൊ നേര് പറയാന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇത് നേര് പറയണം. ഇതും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പറയണം, ഉള്ളത് പറയണം, അല്ലല്ല എല്ലാം പൊതിഞ്ഞേ പറയുള്ളൂ. അപ്പോൾ എന്താ വ്യത്യാസം? ദൈവത്തോടുകൂടെ നടക്കുന്ന ദൈവം സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം, ഈ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് ബോധ്യമുള്ളപ്പോൾ എന്തുണ്ടാവും? നേര് പറയും. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് 33-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും ചെയ്യും. അപ്പൊ മൂന്നാമത് പറഞ്ഞിരിക്കുക, 1 നടപ്പിനെ കുറിച്ച്, 2 സംസാരത്തെ കുറിച്ച്, 3 പറഞ്ഞിരിക്കുന്ന ആദായത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും ചെയ്യുന്നവർ ഇന്ന് എത്രയോ നമ്മുടെ സഹോദരന്മാരുണ്ട്, എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഗവൺമെന്റ് ജോലിയിലൊന്നും കയറിയാൽ കൈക്കൂലി അല്ലാതെ മറ്റൊന്നും വാങ്ങുകയില്ല. കൈക്കൂലി വാങ്ങാതിരിക്കുന്നവർ, കൈക്കൂലി അല്ലാതെ എനിക്കറിയാവുന്ന വളരെ അടുത്തറിയാവുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഒരു ഗസറ്റഡ് ഓഫീസറാണ്. പോകുന്ന വഴിക്കൊക്കെ സീൽ കൊണ്ടാണ് നടക്കുന്നത്. എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ കാശ് വാങ്ങി അന്നേരം സീൽ അടിച്ചു കൊടുക്കുക. വിശ്വാസിയ സഭയിലെ പ്രധാനപ്പെട്ട സഹോദരൻ. ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? പീഡനത്താലുള്ള ആദായം ഒരുക്കുകയാണ്. ദൈവത്തെ പറ്റിച്ചു, സഹോദരന്മാരെ ബുദ്ധിമുട്ടിച്ചു, കപടവും കള്ളച്ചുടവും കാണിച്ചു ആദായം നേടിയെടുക്കുകയാണ്. തെറ്റായ ആദായം, ദൈവം നൽകാത്തത് കൈക്കൂലി വാങ്ങിയും തെറ്റായ ആദായ വരുമാനത്തിലൂടെ നേടിയെടുക്കുക. അതില്ലാതെ 3 പണസമ്പാദനത്തെ കുറിച്ച് പറഞ്ഞു. എന്നാലേ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയും. രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വേണം ചെവി പൊത്തുകയും. 4 പറഞ്ഞിരിക്കുന്നത് ചെവിയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുക എന്നാ ചെവി പൊത്തിക്കളയും. രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വേണം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഗോസിപ്പിലൊക്കെ ചെവി പൊത്തിക്കളയും. ചിലരുണ്ട് ഇതൊക്കെ കേട്ട് രസിക്കാൻ വേണ്ടിയിരിക്കുന്നവരാ. ഇന്ന ആളെ കുറിച്ച് കേൾക്കുമ്പോ എത്ര സന്തോഷമാണോ, എന്നെ കുറിച്ച് പറയുന്നത് വരെയും ഈ സന്തോഷം കാണും. ഇന്നയാളെ കുറിച്ച് പറയുമ്പോ ഇന്നയാളെ കുറിച്ച് എഴുതുക, ഇന്നയാളെ കേൾക്കുക. ഇത് കേട്ട് രസിക്കുന്ന എത്രയോ ആളുകൾ. ഇവിടെ പറയുക
ദൈവത്തോട് കൂടെ നടക്കുന്ന എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി ദൈവത്തെ സീരിയസ് ആയിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ദോഷം കേട്ട് രസിക്കാൻ അവൻ തയ്യാറാവുകയില്ല. ചില സഹോദരന്മാരെ കൊണ്ട് യോഗം കഴിഞ്ഞു, പ്രസംഗം വിശ്വരുന്നു, വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള പ്രസംഗമൊക്കെ കഴിഞ്ഞു, വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പറയുന്നത് ആ സഹോദരന്റെ കുറ്റം, ഈ സഹോദരന്റെ കുറ്റം, അവരുടെ കാര്യം, ഇവരുടെ കാര്യം, ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഇത് എപ്പോൾ സഹോദരന്മാർ ഒന്നിച്ചു കൂടിയാലും ആത്മീയ വിഷയം സംസാരിക്കുന്ന എത്ര സമയമുണ്ട്? നമ്മുടെ സഭയുടെ ആത്മീയ വളർച്ചയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ കാലഘട്ടത്തിൽ നാം വ്യത്യാസം ചെയ്യേണ്ട നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരുന്ന വ്യത്യസ്തതയെ കുറിച്ച് ചിന്തിക്കാം. എത്ര പറയാറുണ്ട്? എല്ലാവരും സംസാരിക്കുന്ന വിഷയമില്ല. അതിന്റെ കുറ്റം ചിലരൊക്കെ ചില മീറ്റിങ്ങുകൾ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ട്. ഈ സഹോദരിമാരുടെ മീറ്റിംഗ് മാത്രമല്ല, പൊതുവെ സഹോദരിമാരുടെ ഇതൊക്കെ ഗോസിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. സഹോദരന്മാരുടെ അവസ്ഥ ഇന്ന് അതിനെ എത്രയോ താഴ്ന്നു പോയിരിക്കുക. എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവസാനിപ്പിക്കട്ടെ. അഞ്ചാമതായിട്ടൊരു കാര്യം കൂടെ പറയുക. രക്തപാതകത്തെ കുറിച്ച് കേൾക്കാനുള്ള ചെവി പൊത്തി കളയുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വേണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നത്. അഞ്ചാമതായി പറഞ്ഞിരിക്കുക, ദോഷത്തെ കണ്ട് രസിക്കാതെ വേണം. ഇന്ന് കണ്ണ് തുറന്ന് നോക്കിയ കാണുന്നതൊക്കെ ദോഷം എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഇത് കണ്ട് രസിക്കാതെ വേണം. നമുക്ക് കണ്ണടച്ചൊന്നും റോഡ് നടക്കാൻ പറ്റില്ല, കണ്ണടച്ചൊന്നും കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇത് കണ്ട് രസിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ ദൈവജനമൊക്കെ മാറിയിരിക്കുകയാണ്. ഇന്ന് ചില ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു മാതാവിനെ കുറിച്ച് കേട്ടത് ഇങ്ങനെ, അവരുടെ വീട്ടിലുള്ള ഒരു സഹോദരൻ ഞെട്ടിയുള്ളത് രാത്രി 12 മണിയായി ഞെട്ടിയുള്ളത് വലിയൊരു ശബ്ദം കേട്ടില്ല. അപ്പൊ പിന്നീട് മനസ്സിലായി അദ്ദേഹത്തിന്റെ അമ്മ, പ്രായമായ അമ്മ, ഏകദേശം നല്ല പ്രായമുള്ള ഒരു അമ്മ. ആ അമ്മ രാത്രി ഇന്ന് ഫേസ്ബുക്കിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ശബ്ദം കേട്ട് ഞെട്ടിയുള്ളത്. അപ്പൊ ഇതാ രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതിനൊക്കെ പകരം എപ്പോഴും ഇതിൽ തന്നെയാ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുക. ഇനി അതിനേക്കാളുമൊക്കെ എത്ര മ്ലേച്ഛമായ അവസ്ഥകൾ ഇന്ന് ദൈവജനം എത്തിയിരിക്കില്ല. ദോഷത്തെ കണ്ട് രസിക്കുന്ന എത്രയോ ആളുകൾ. അത് മാറണമെങ്കിൽ എന്ത് വേണം? എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഞാൻ കാണുന്നതൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർ സംസാരിച്ച് ശ്രദ്ധ വെച്ച് കേട്ടുവെന്ന് വായിക്കുന്നത് പോലെ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ നടക്കുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെ അതുപോലെ തന്നെ കാണുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമാരാണ്. നമ്മൾ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്നത്. കർത്താവേ സഹായിക്കട്ടെ. ഇതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന് ഇഷ്ടം, നാം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നവരായി തീരണം. അങ്ങനെ ഒരു സാക്ഷ്യം ദൈവത്തിന്റെ പ്രാപിക്കണം. 6ാമത്തെ വാക്യത്തിൽ 11 നാം വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട്. ദഹിപ്പിക്കുന്ന അഗ്നിയായ ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ കാണുന്നു. ഞാൻ എപ്പോഴായാലും ആരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമുള്ളപ്പോൾ ആ ദൈവം എന്നെ നോക്കുന്നത് കൊണ്ട്, ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ഞാൻ വരുത്തും. ഞാൻ നടക്കുന്നത് പോലെ, എപ്പോഴും കാണുന്നത് പോലെ, എപ്പോഴും ഇടപെടുന്നത് പോലെ അല്ല ഇനി ഇടപെടും. കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമായി നമ്മെ സഹായിക്കട്ടെ.